Hello my dear friends, welcome back to Cypro. Cypro CSIR Net JRF ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡിസംബർ 1 മുതൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഉള്ളൊരു സംശയമായിരിക്കും, എന്താണ് CSIR JRF, എന്താണ് CSIR Net, അതുപോലെ തന്നെ CSIR ഇപ്പോൾ പുതിയത് റീസെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, PhD ഓൺലി. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? CSIR JRF ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ഓക്കെ, അതായത് നമുക്ക് എക്സാമിനേഷൻ എഴുതുമ്പോഴത്തേക്കും കുറച്ച് നല്ല മാർക്കാണെങ്കിൽ CSIR JRF, പിന്നെ അതിൻ്റെ താഴെ വരുന്നത് CSIR Net. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അടുത്ത വീഡിയോയിൽ. പിന്നെ PhD ഓൺലി. ഓക്കെ, 3 കാറ്റഗറിയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് CSIR JRF എന്താണെന്ന് നോക്കാം. നമുക്ക് CSIR JRF കിട്ടിക്കഴിഞ്ഞാൽ PhD ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിവേഴ്സിറ്റിയോ നല്ല നല്ല CSIRൻ്റെ തന്നെ ഇഷ്ടംപോലെ ലബോറട്ടറീസ് ഉണ്ട് അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള വർക്ക് നമ്മുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഗൈഡിനെ സെലക്ട് ചെയ്ത് നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാം. അവിടെ ഗൈഡിൻ്റെ കീഴിൽ വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഫെലോഷിപ്പ് നല്ല ഒരു എമൗണ്ട് ഫെലോഷിപ്പാണ് കിട്ടുന്നത് PhD ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ ആദ്യ 2 വർഷങ്ങളിൽ നമുക്ക് 37,000 ആണ് ഫെലോഷിപ്പ് കിട്ടുന്നത്. പ്ലസ് HRAയും ഉണ്ട്. HRA എന്ന് പറയുന്നത് നമ്മുടെ ഹൗസ് റെൻ്റ് അലവൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഏത് സിറ്റിയിലാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, 3 രീതിയിലുണ്ട്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ, പിന്നെ സാധാരണ നമ്മുടെ ഇപ്പോൾ നമ്മൾ എറണാകുളം ഒക്കെ സിറ്റി അല്ലേ, പിന്നെ കുറച്ചും കൂടിയ സിറ്റീസ് ഉണ്ടല്ലോ, ഹൈദരാബാദ്, അങ്ങനെ 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് HRA ഒരു 10%, 20%, 30% ഒക്കെ. ഇപ്പോൾ ഹൈദരാബാദൊക്കെ ആണെങ്കിൽ 30%, ഇപ്പോൾ നമ്മുടെ എറണാകുളം സിറ്റിയൊക്കെ ആണെങ്കിൽ 20% ആയിരിക്കും HRA കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ ഗ്രാമപ്രദേശത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്കിൽ 10% ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഫെലോഷിപ്പ് എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ HRA നിങ്ങൾക്ക് ഇവിടെ വെച്ചേക്കുന്നത് 20% ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 വർഷങ്ങളിൽ 20%, ഓക്കെ, അതായത് നമ്മൾ ഒരു സിറ്റി, ഓക്കെ, സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ഈ ഫെലോഷിപ്പ് പ്ലസ് HRAയും കൂടി കൂട്ടി നമുക്കൊരു 44,400 റുപ്പീസാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അത്രയും ഹൈ ഫെലോഷിപ്പാണ് ആദ്യത്തെ 2 വർഷം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ 2 വർഷത്തെ റിപ്പോർട്ട് നമ്മൾ CSIRന് അയക്കും. ഒരു പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാവും. ഒരു ടീച്ചർ, അതായത് വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു പ്രൊഫസർ വന്ന് അവിടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു, നമ്മുടെ വർക്ക് പ്രസൻറ്റ് ചെയ്തു. പിന്നെ നമ്മളത് CSIRന് അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവർ ഓക്കെ, അതിൽ വേറെ ഒന്നുമില്ല, നമ്മുടെ വർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നു, നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നു, ഓക്കെ, പിന്നെ ആ കാര്യങ്ങൾ റിപ്പോർട്ടൊക്കെ നമ്മൾ CSIRന് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും എന്തായി, നമുക്ക് ഈ ജൂനിയർ റിസർച്ച് ഫെലോയിൽ നിന്ന് SRF ആയിട്ട് നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നു. അപ്പോൾ എന്തായി, പൈസ, പിന്നെ ഈ ഫെലോഷിപ്പ് കുറച്ചും കൂടി കൂടുതലാണ്. പിന്നെ നമുക്ക് 3rd, 4th, 5th ഇയറിൽ നമുക്ക് കിട്ടുന്നത് 42,000 പ്ലസ് HRA ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 50 സംതിങ് നമുക്ക് കിട്ടും. അപ്പോൾ 5 വർഷം നമുക്ക് പ്രശ്നമൊന്നുമില്ലാതെ PhD ചെയ്യാം. അപ്പോൾ ഈ കിട്ടുന്ന ഫെലോഷിപ്പ് നമുക്കായിട്ട് എടുക്കാവുന്നതാണ്, അല്ലാതെ നമ്മൾ PhD അവിടെ ഇൻസ്ട്രുമെൻറ്റോ അതുപോലെ തന്നെ കെമിക്കലോ മേടിക്കാനോ ഒന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവരെല്ലാ കാര്യങ്ങളും തന്നെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമുക്കൊരു ഇയർലി കണ്ടിൻജൻറ്റ് ഗ്രാൻഡ് ഉണ്ട്. ഓക്കെ, നമ്മൾ കണ്ടിൻജൻസി എന്നൊക്കെ പറയും. അതൊരു 20,000 ആണ് നമുക്ക് കിട്ടുന്നത്. അത് എല്ലാ വർഷവും കിട്ടും, എല്ലാ വർഷവും 20,000. ഇത് നമുക്ക് കെമിക്കൽസ് ഒക്കെ വാങ്ങാനുള്ളതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് പ്രൈമേഴ്സോ അതുപോലെ തന്നെ നമ്മുടെ PCR റിയേജൻറ്റ്, DNA ഐസൊലേഷൻ കിറ്റ്, അതുപോലെ എന്ത് നമ്മളിപ്പോൾ കൾച്ചർ മീഡിയ, അങ്ങനെ എന്ത് കെമിക്കൽസും വാങ്ങാനായിട്ട്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന കാര്യങ്ങൾ, അതിനൊക്കെ ഓരോരോ ഇതുണ്ട്. ഇപ്പോൾ പ്രിൻ്റ് ഔട്ടൊക്കെ ആണെങ്കിൽ 20%, അങ്ങനെയൊക്കെ നമ്മൾ വെക്കുന്നത് കെമിക്കൽസ്, ബാക്കി കെമിക്കൽസ്, ആ രീതിയിൽ നമുക്ക് കണ്ടിജൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, കണ്ടിജൻറ്റ് ഗ്രാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് CSIR JRF. നമുക്ക് PhD ചെയ്യാം, നമ്മുടെ വർക്ക് നമുക്ക് ചെയ്യാം. നമുക്ക് CSIR നമുക്കതിൻ്റെ എല്ലാ മന്തും നമുക്കതിൻ്റെ ഫെലോഷിപ്പ് തരും. ഓക്കെ, ഇനി അടുത്തത് നെറ്റ് എന്ന് പറയുന്നത് എന്താണ്?
നെറ്റ് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. CSER JRFന് നമുക്ക് 28. ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്നത് ഓരോ ഇത് ഇപ്പോൾ കോവിഡ് കഴിഞ്ഞതിന് ശേഷം CSERൻ്റെ ഡേറ്റൊക്കെ ഒരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സാം നടത്തുന്നതിലൊക്കെ ഒരു ഇച്ചിരി വേരിയേഷനൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ചിലപ്പോൾ ഏജ് ലിമിറ്റ് ചിലപ്പോൾ കൂട്ടാറുമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 33, ഞാൻ നിങ്ങൾക്ക് നോക്കിയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആ ഒരു ഏജ് ലിമിറ്റ് 35 വരെയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു. അതായത് നേരത്തെ 28, പിന്നെ 30, പിന്നെ ഏജ് റിലാക്സേഷൻ വുമൺ കാൻഡിഡേറ്റിനൊക്കെ എന്താണ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ബാക്കി SC ST OBC ഒക്കെ പോലെ വുമൺ കാൻഡിഡേറ്റ്സിനും ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം വേറെ വീഡിയോയിൽ. അപ്പോൾ ആ രീതിയിലാണ്. JRFനൊരു ഏജ് ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് JRF കിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ നെറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കിൻ്റെ കാറ്റഗറിയും എത്ര മാർക്ക് കിട്ടിയാൽ JRF നെറ്റ് കിട്ടുമെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഇപ്പോൾ PSC ഒക്കെ വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് നെറ്റ് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പെർമനൻറ്റ് പോസ്റ്റ് ആണെങ്കിലും, അതുപോലെ തന്നെ ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ടെമ്പററി പോസ്റ്റിന് കയറുവാണെങ്കിലും അതിൽ നമ്മുടെ സാലറി വരുന്നത് അവർ തരുന്നത് നെറ്റുള്ളവർക്ക് കുറച്ചും കൂടി സാലറി കിട്ടും. ഓക്കെ, നെറ്റില്ലാത്തവർക്ക് സാധാരണ MSc ഉള്ളവർക്ക് സാധാരണ ഒരു ലെവല് അതായത് സ്കെയിൽ ഓഫ് പേ ആയിരിക്കും കൊടുക്കുന്നത്. യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ കോളേജസിലൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയുള്ളതൊക്കെ ആ ഒരു രീതിയിൽ UGC അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അതായത് നമ്മൾ ടെമ്പററി ഫാക്കൽറ്റി ആയിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നെറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. പിന്നെ നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ട് നേരിട്ട് കയറും ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഇപ്പോൾ RGCB, നമ്മൾ അതുപോലെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ നമ്മുടെ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാവരും അവർ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, നിങ്ങളിപ്പോൾ കാണാമല്ലോ പ്രോജക്റ്റ് അസോസിയേറ്റിൻ്റെയൊക്കെ വേക്കൻസി വിളിക്കുമ്പോഴത്തേക്കും നെറ്റ് ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഗേറ്റ് ക്വാളിഫൈഡ് അല്ലേ, അങ്ങനെയുള്ളവർക്കാണ് ഡിസയറബിൾ, അങ്ങനെയുള്ളവരെ അവരെ എടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ അവിടെ അങ്ങനെ കയറി കഴിഞ്ഞാലും ചിലപ്പോൾ അത് നിങ്ങൾക്ക് PhD ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും പ്രോജക്റ്റ്. പിന്നെ അതിൻ്റെ കുറച്ച് എക്സ്ട്രാ ഒക്കെ നിങ്ങൾ ചെയ്ത് PhD ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. പിന്നെ അടുത്തത് CSER പുതിയൊരു കാറ്റഗറി ഇറക്കിയതാണ് PhD ഓൺലി കാറ്റഗറി. അതിന് കുറച്ച് മാർക്ക് മതിയാവും PhD ഓൺലി കിട്ടാനായിട്ട്. അതായത് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഓക്കെ നമുക്ക് പറയാം യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ചേരണം. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മൾ പറയാം കാലിക്കറ്റ് ആണെങ്കിൽ അവിടെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, കുസാറ്റിലാണെങ്കിൽ അവിടെ വേറൊരു എൻട്രൻസ് ടെസ്റ്റ്, വേറൊരു സിലബസ്. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അവർക്ക് വേറെ രീതിയിലുള്ള എൻട്രൻസ് ടെസ്റ്റ്. ഓക്കെ, അതിനൊക്കെയും സിലബസ് വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരാൾ തന്നെയാണല്ലോ ഈ എല്ലാ എക്സാമിനേഷനും എഴുതണത്. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു വർഷത്തിൽ ഈ പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ നോക്കുക, എവിടെയാണ് കിട്ടണമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ, നിങ്ങൾ പല സിലബസ് ആ ഒരു ടൈമിൽ തന്നെ പഠിച്ച് തീർക്കേണ്ടി വരും. അത് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് CSER ഇറക്കിയ പുതിയൊരു കാറ്റഗറിയാണ് PhD ഓൺലി. നിങ്ങൾക്ക് PhD എവിടെയെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഓക്കെ ഈ എക്സാം ക്ലിയർ ചെയ്താൽ മതി. ഏതാണ് PhD ഓൺലി എന്നുള്ളത്. പക്ഷേ അതിൽ നമുക്ക് CSER നിങ്ങൾക്ക് നെറ്റും തരില്ല, ഫെലോഷിപ്പും തരില്ല. ഓക്കെ, അപ്പോൾ അത് വെറുതെ ആണെന്ന് നമുക്ക് പറയാം. PhD ഓൺലി എടുക്കുന്നത് പഠിക്കുവാണെങ്കിൽ CSER JRF എടുക്കുക അല്ലേ, അപ്പോൾ നമുക്ക് നെറ്റും ഉണ്ടാവും. അപ്പോൾ പക്ഷേ ഈ PhD ഓൺലി എന്ന് പറയുന്നത് റിലവൻ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലും ചിലപ്പോൾ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നിന്ന് അവരുടെ ഒരു ഫെലോഷിപ്പ് ചിലപ്പോൾ കിട്ടും PhD ചെയ്യാനായിട്ട്. അത് ചിലപ്പോൾ CSER ഫെലോഷിപ്പിൻ്റെ അത്രയൊന്നും ഉണ്ടാവില്ല, അതിനേക്കാളും കുറച്ചും കൂടി കുറവായിരിക്കും, ചിലപ്പോൾ പകുതി ഉണ്ടാവുള്ളൂ. എന്നാലും നിങ്ങൾക്ക് PhD ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് JRF കിട്ടിയില്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സൈപ്രോ CSER ക്ലാസ്സുകൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് CSER പഠിക്കാം. നമ്മുടെ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. CSER എന്ന് പറയുന്നത് നമ്മുടെ കേരള PSC പോലെയുള്ള എക്സാം അല്ല, അതുപോലെയുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത് അല്ലേ. നല്ല രീതിയിൽ നമ്മൾ പഠിച്ച് നമുക്കതിനെപ്പറ്റി നന്നായിട്ട് ചിന്തിച്ച് നമുക്ക് എത്രത്തോളം സ്കില്ലുണ്ട് അല്ലേ, ഓരോ സബ്ജക്റ്റിലും നമുക്ക് എത്രത്തോളം ഡീപ്പായിട്ടുള്ള അറിവുണ്ട്, അതിൻ്റെ ബേസിക് നോളജ് എത്രത്തോളം ഉണ്ട്, ആ രീതിയിൽ നമ്മളെ അനലൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ് CSERൽ വരുന്നത്.
ഓക്കെ, നമ്മൾ പഠിക്കണം, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡായിരിക്കും ചിലപ്പോൾ എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. നമുക്ക് എ പാർട്ടുണ്ട്, ബി പാർട്ടുണ്ട്, സി പാർട്ടുണ്ട്. സി പാർട്ട് എന്ന് പറയുന്നത് 4 മാർക്കാണ് കിട്ടുന്നത്. അതിലാണ് എന്ത് ഈ ഒരു സയൻറ്റിഫിക് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അത് ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാം വരുന്നത്. അതായത് നിങ്ങളൊരു റിസർച്ചർ ആകാനുള്ള രീതിയിലുള്ള തിങ്കിങ് ഉള്ളവർ, ഓക്കെ, ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് ആൻസർ ചെയ്യണം. മനസ്സിലായല്ലോ? അത് പറഞ്ഞുതരാം എങ്ങനെയാണ്. അപ്പോൾ സൈപ്രോ ക്ലാസ്സസുകൾ വളരെ ഡീപ്പായിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും, നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ 2 രീതിയിലുള്ള പാക്കേജാണ് നിങ്ങൾക്ക് തരുന്നത്. ഒന്ന് 6 മന്ത് ക്ലാസ്സസ്, അതുപോലെ തന്നെ 1 ഇയർ ക്ലാസ്സസും ഉണ്ട്. 6 മന്ത് ക്ലാസ്സസ് സെലക്ട് ചെയ്യണവർ കറക്റ്റായിട്ട്, ഇപ്പോൾ MSc ഒക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ 6 മന്ത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ ടൈമുണ്ട്. അങ്ങനെയുള്ളവർക്ക് 6 മന്ത് ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ PhD ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, JRF, അതായത് നമ്മുടെ CSIR JRF ഒന്നുമില്ലാതെ PhD ചെയ്യുന്ന പല പല യൂണിവേഴ്സിറ്റിയിലും കാര്യങ്ങളിലൊക്കെ PhD ചെയ്യുന്നവരുണ്ടാവും. അവർക്കും ഈ ഒരു ഓൺലൈൻ ക്ലാസ് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും അല്ലേ. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കാം. എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും അല്ലേ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാ സബ്ജക്റ്റും എടുക്കും, പാർട്ട് എയും അതുപോലെ തന്നെ നമ്മുടെ 13 യൂണിറ്റിലെ ക്ലാസ്സസും ഉണ്ടാവും. നമുക്ക് ഏകദേശം ഒരു 10 യൂണിറ്റ് പഠിച്ചാൽ തന്നെ നമുക്ക് JRF നേടിയെടുക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. ഏത് രീതിയിൽ നമ്മൾ പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ സൈപ്രോ ക്ലാസ്സസുകൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 9048000045 കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെയൊക്കെ ഫീ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. CSIR നോക്കുന്ന ആൾക്കാർ, ആ രീതിയിൽ നോക്കുന്ന ആൾക്കാർക്ക് അറിയാം. മിക്ക ഓഫ്ലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫെലോഷിപ്പ് എമൗണ്ട് ആണ് അവർ മേടിക്കുന്നത്. ഒരു മാസത്തെ ഫെലോഷിപ്പ് എമൗണ്ട് എത്രയാണ്, അതാണ് ഫീ വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നുമല്ല, മിനിമം ഫീസിൽ നിങ്ങൾക്ക് എങ്ങനെ JRF നേടാം, അതാണ് സൈപ്രോയുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ടൈമില്ലാത്ത ആളുകൾ അല്ലേ, നിങ്ങൾക്കൊരു കോഴ്സിന് ജോയിൻ ചെയ്ത് പുറത്ത് പോയി പഠിച്ച് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതും നമുക്ക് എത്രത്തോളമാണ് പല രീതിയിൽ നിങ്ങൾക്കറിയാം. ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ 1-2 കുട്ടികളെ അല്ലേ, അവരെ ആയിരിക്കും കെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ നമുക്കറിയാം നമ്മൾ പഠിച്ചു വന്ന രീതിയിൽ എന്താ, ചിലപ്പോൾ 1-2 ആൾക്കാരെ വിളിച്ച് ആ ഒരു രീതിയിലുള്ള ക്ലാസ്സാണ്. എല്ലാവരെയും ഒന്നും ശ്രദ്ധിക്കാനൊന്നും അവർക്ക് ടൈമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആയിരിക്കും. ഓരോരുത്തർക്കും ഏത് രീതിയിൽ പഠിച്ചെടുക്കാം, നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ് നിങ്ങൾക്ക് ശരിക്കും അറിയാവുന്നത്. നമുക്കിപ്പോൾ CSIR-ലാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് എപ്പോഴാണ് വരുന്നത്, ഏത് രീതിയിലാണ് വരുന്നത്, മോളിക്കുലർ ബയോളജി, നമ്മുടെ സെൽ ബയോളജി, ആ ഒരു 3 യൂണിറ്റ് ഉണ്ടല്ലോ, ഫണ്ടമെൻ്റൽ പ്രോസസ്, സെൽ സിഗ്നലിംഗ് എന്നൊക്കെ പറയുന്ന ആ ഒരു യൂണിറ്റിൽ നിന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, പിന്നെ ബയോകെമിസ്ട്രി, പിന്നെ പ്ലാന്റ് ഫിസിയോളജി, ആനിമൽ ഫിസിയോളജി, ഡെവലപ്മെൻറ്റ് ബയോളജി എന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ടെക്നിക്സ്, അതുപോലെ നമ്മുടെ RDNA ടെക്നോളജി അല്ലേ, നമ്മുടെ ബയോടെക്നോളജിയുടെ കുറച്ച് കൂടുതലായിട്ടുള്ള ഏരിയാസ് ഉണ്ടല്ലോ, ആ ഏരിയയിൽ നിന്നൊക്കെ നമ്മുടെ കുറച്ച് സീക്വൻസോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറിൻ്റെ കാര്യങ്ങളൊക്കെ തന്നിട്ട് എന്താണ് RFLP, RAPD അങ്ങനെയുള്ള രീതിയിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആ ഏരിയയിൽ നിന്ന് എപ്പോഴും വരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിക്കാം CSIR. ഇനി നിങ്ങൾക്ക് പേടിക്കണ്ട, ഒരു 6 മാസം മതി നിങ്ങൾക്ക് സമയമുള്ളവർക്ക്, അതായത് എല്ലാ ദിവസവും കറക്റ്റായിട്ട് പഠിച്ച് പോകാൻ സമയമുള്ളവർക്ക് 6 മാസം മതി. MScക്ക് പഠിക്കുന്നവർക്കും നിങ്ങളുടെ കോഴ്സ് അനുസരിച്ച് നിങ്ങൾ പഠിക്കുന്ന സിലബസ് എത്രത്തോളം CSIR ആയിട്ട് സിമിലാരിറ്റി ഉണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് സെമ്മിൽ പ്രോജക്റ്റ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ എന്താ, CSIR-ന് ജോയിൻ ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് പ്രോജക്റ്റ് അല്ലേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എക്സാം ഒക്കെ ഉള്ളവർക്ക് രണ്ടും കുറച്ച് ബുദ്ധിമുട്ടാണ്. രണ്ടും വേറെ സിലബസ് ആണെങ്കിൽ നിങ്ങൾ 1 ഇയർ പാക്കേജ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, MSc ഫസ്റ്റ് ഇയർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ എന്താ, നിങ്ങൾ 1 ഇയർ പാക്കേജ് എടുത്ത് നന്നായിട്ട് പഠിച്ചെടുക്കാം. അല്ലാതെ MSc കഴിഞ്ഞവർക്കും അതുപോലെ PhD ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് ഫെലോഷിപ്പ് വേണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 6 മന്ത് കൊണ്ട് തന്നെ പഠിച്ച് നമുക്ക് CSIR JRF നേടാം. അപ്പോൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ 9048900045 വിളിച്ച് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മതി. സൈപ്രോ ആപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ വേണം ജോയിൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.